ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് അജൈൽ മാനേജ്മെന്റ് ആണ് നോക്കുന്നത്. ഓൾറെഡി ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, അതുപോലെ തന്നെ ലീൻ മാനേജ്മെന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അജൈൽ മാനേജ്മെന്റ് ആണ് അടുത്തത്. അജൈൽ മാനേജ്മെന്റിലെ ലീൻ മാനേജ്മെന്റും അതുപോലെ തന്നെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് തമ്മിൽ ഒരു ബേസിക് ഡിഫറൻസ് ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ നിന്ന് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മെത്തഡോളജി അല്ല. ഇത് ആക്ച്വലി ഒരു പ്രോഗ്രാമിംഗ് ഉണ്ടല്ലോ, ഡെവലപ്മെന്റ്, ഈ ഒരു ഏരിയ എന്നാണ് ഈ അജൈൽ മാനേജ്മെന്റ് ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പൊ അതിന്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്കറിയാലോ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഈ എന്താ പറയുക, മാനുഫാക്ചറിങ് കൂട്ടാനും അതുപോലെ തന്നെ അതിന്റെ എഫിഷ്യൻസി കൂട്ടാനും അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനൊക്കെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് വന്നത്. അതേപോലെ തന്നെ ലീൻ നോക്കുകയാണെങ്കിൽ കസ്റ്റമറുടെ വാല്യൂവിനെ അനുസരിച്ച് അതിന് സ്ട്രീം ലൈൻ ചെയ്യാനും കസ്റ്റമർ വാല്യൂ എൻഹാൻസ് ചെയ്യാനും വേസ്റ്റ് റിഡക്ഷൻ, അതായത് ഒരു വർക്ക് ലൊക്കേഷനിൽ ഉണ്ടാകുന്ന പരമാവധി വേസ്റ്റ് റിഡക്ഷൻ നടത്തി പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ഉണ്ടാക്കാനാണ് ലീനിൽ നോക്കുന്നത്. എന്നാൽ അജൈൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിൽ കൈസൺ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ ലീൻ മാനേജ്മെന്റിന്റെയും ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിന്റെയും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിന്റെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് അജൈൽ മാനേജ്മെന്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ ഉപയോഗിച്ചിരുന്ന ഒരു മോഡലാണ് ഹെവി വെയിറ്റ് മോഡൽ എന്ന് പറയും. ഹെവി വെയിറ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ അതിന് ഉദാഹരണമാണ് വാട്ടർഫോൾ മോഡൽ. ഈ വാട്ടർഫോൾ മോഡലിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ലീനിയർ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു വലിയൊരു സോഫ്റ്റ്വെയർ ആയിരിക്കും, ഒരു പ്രോഗ്രാം ആയിരിക്കും. അത് അവർ ആദ്യം എഴുതിണ്ടാക്കും. അതിനു മുമ്പ് റിക്വയർമെന്റിന്റെ ഒരു സ്റ്റേജ് ഉണ്ടായിരിക്കും. അതിനുശേഷം അത് പ്ലാനിങ് ചെയ്യും, അതിനുശേഷം അത് ബിൽഡ് ചെയ്യും, അതിനുശേഷം അത് ടെസ്റ്റ് ചെയ്യും, അതിനുശേഷം റിവ്യൂ ചെയ്യും, അതിനുശേഷം ഇത് മാർക്കറ്റിലെത്തിക്കും. ഇതിനൊക്കെ ഓരോ ഇതിനും ചിലപ്പോൾ 1 വർഷം, ചിലപ്പോൾ 2 വർഷം ഒക്കെ എടുത്തിരിക്കും. ഒരുപാട് മാസങ്ങൾ എടുക്കും ഓരോ ഫേസും കഴിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഒരു ഫേസ് കഴിയുന്നതിൻ്റെ മുമ്പ് മറ്റൊരു കാര്യം എടുക്കാൻ പറ്റില്ല. ഓൾറെഡി ഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റിംഗ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്രോഗ്രാമിംഗ് എടുക്കില്ല. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഡെവലപ്മെന്റ് എടുക്കില്ല. ഇത് ടെസ്റ്റിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിന്റെ ഡിഫക്റ്റുകളൊക്കെ നോക്കിയിട്ട് വീണ്ടും ഡെവലപ്മെന്റിലേക്ക് വിടും. അപ്പോൾ ഡെവലപ്മെന്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ ആ സമയത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്തരത്തിലുള്ള വളരെ റിജിഡ് ആയിട്ടുള്ള മെത്തഡോളജിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് കണ്ട് ഒരുപാട് ഡെവലപ്പേഴ്സിന് വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയി. കാരണം ഇങ്ങനെ ഈ രീതിയിൽ ഒരു യാതൊരുവിധ തരത്തിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാതെ ജോലി ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് കുറച്ച് മെത്തഡോളജി ഫ്രെയിം വർക്കുകൾ, സ്ക്രം, അതുപോലെ എക്സ്ട്രീം പ്രോഗ്രാമിംഗ്, അതുപോലെ റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വേറെ മെത്തഡോളജീസ് കൊണ്ടുവന്നു. അവസാനം ഇത് 1990കളിൽ തന്നെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അതിനുശേഷം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ 2001 ഒരു ഉട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു 17 ഡെവലപ്പേഴ്സ് കൂടി ചേർന്നിട്ട് ഒരു അജൈൽ എഴുതി തയ്യാറാക്കി. ഓക്കെ, അതില് പ്രധാനപ്പെട്ട മോട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതാണ്: ഇൻഡിവിജ്വൽസ് ആൻഡ് ഇന്ററാക്ഷൻസ് ഓവർ പ്രോസസ്സസ് ആൻഡ് ടൂൾസ്. ഓക്കെ, ആദ്യം ജോലി ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ എന്താ അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ, ഇതിനൊക്കെയാണ് പ്രാധാന്യം. എന്തിനല്ല, ഈ ഒരു പ്രോസസ്സിനോ അല്ലെങ്കിൽ അതിന്റെ ടൂൾസിനോ അല്ല പ്രാധാന്യം. ഓക്കെ, രണ്ടാമത്തെ കാര്യം പറയുന്നത് വർക്കിംഗ് സോഫ്റ്റ്വെയർ ഓവർ കോംപ്രിഹെൻസീവ് ഡോക്യുമെന്റേഷൻ. ഓക്കെ, അതായത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാൽ അത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ ഭയങ്കരമായിട്ട് കോംപ്രിഹെൻസീവ് ആയിട്ട് നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്തു, അത് ചെയ്തു, അതുകൊണ്ട് കാര്യമില്ല. വർക്കിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക, അതാണ് പ്രധാനപ്പെട്ടത്. അടുത്തത് കസ്റ്റമർ കൊളാബറേഷൻ ഓവർ കോൺട്രാക്ട് നെഗോസിയേഷൻ. കസ്റ്റമറുമായിട്ട് വലിയ കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കുന്നു, പ്രൊജക്റ്റ് സ്കോപ്പ് ചെയ്യുന്നു. അത്തരത്തിലൊരു വളരെ എന്താ പറയാ, ഫോർമൽ ആയിട്ടുള്ള ഒരു ഇതിനേക്കാൾ കൊളാബറേറ്റ് ചെയ്യുക, കസ്റ്റമറിന്റെ റിക്വയർമെന്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കസ്റ്റമർ കൊളാബറേഷന് മുൻതൂക്കം കൊടുക്കുക. അതുപോലെ തന്നെ റെസ്പോണ്ടിങ് ടു ചേഞ്ച് ഓവർ ഫോളോയിങ് എ പ്ലാൻ. നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കി അതിനെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യണം, അതിൽ തെറ്റ് ശരി എന്നൊക്കെ ഉള്ളത് നമുക്ക് ബാധകമല്ല. ഇതാണ് പ്ലാൻ, ഈ പ്ലാനിനനുസരിച്ചേ പോകൂ എന്നുള്ള രീതിയിൽ അതിന് പോകുന്നതിന് പകരം ചെറിയ ചേഞ്ചുകൾക്കൊക്കെ റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കുക. ഈ 4 കാര്യത്തിനാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഈ അജൈൽ മാനിഫെസ്റ്റോയിൽ കൊടുത്തത്. ഓക്കെ,
ഈ അജൈൽ എന്നുള്ള രീതി ഇത് ഇപ്പൊ മനസ്സിലായല്ലോ എന്താണ് അജൈലിന്റെ ഒരു രീതി എന്നുള്ളത്. ഇതിലേക്ക് കുറച്ച് ഫ്രെയിം വർക്കുകൾ ഉണ്ട്. ഇതിലേക്ക് എത്താനുള്ള ഫ്രെയിം വർക്കുകൾ അതിലൊന്നാണ് സ്ക്രം, രണ്ടാമത്തത് കാൻബാൻ. നമ്മൾ കാൻബാൻ ലീനിലും കണ്ടല്ലേ. അതുപോലെ തന്നെ എക്സ്ട്രീം പ്രോഗ്രാമിംഗ്, അതുപോലെ തന്നെ ലീൻ സോഫ്റ്റ്വെയർ മാനേജ്മെന്റ്. അടുത്തത് സേഫ് സ്കെയിൽഡ് അജൈൽ ഫ്രെയിം വർക്ക് ഫോർ അത് എന്റർപ്രൈസ് ലെവലിലാണ്. ഓക്കെ, ഇപ്പൊ ഇത്തരത്തിലുള്ള ഫ്രെയിം വർക്കിലൂടെ അജൈൽ ആയിട്ടുള്ള മെത്തഡോളജി രൂപീകരിക്കുകയാണ്. അതിനാണ് ഒരു മാനേജ്മെന്റ് രൂപീകരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് കോർ പ്രിൻസിപ്പിൾസ് നോക്കാം അജൈലിലെ. അജൈലിലെ ഒരു കോർ പ്രിൻസിപ്പിൾസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു സ്ഥലത്ത് കസ്റ്റമർക്ക് അതിന്റെ ഇടയിൽ ഒരു മാസം 2 മാസം അല്ലെങ്കിൽ ചിലപ്പോ 6 മാസത്തോളൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ഫേസിന്റെ ഉള്ളിൽ കസ്റ്റമർക്ക് വേറൊരു ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അവരുടെ പ്രയോറിറ്റി ചേഞ്ച് ആയി കഴിഞ്ഞു. ഓക്കെ, പ്രയോറിറ്റി ചേഞ്ച് ആയി കഴിഞ്ഞാലും അത് എന്താ പറയാ ഉൾക്കൊള്ളാനുള്ള ഓപ്ഷൻ ഡെവലപ്പേഴ്സിന് ഇല്ല. കാരണം ഓൾറെഡി ഡെവലപ്പേഴ്സിന്റെ ഡേറ്റ്സ് എല്ലാതും സ്കെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? ഈ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കസ്റ്റമർ വേറൊരു കാര്യം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പൊ അത് സ്കെഡ്യൂൾ ചെയ്യുക ഈ 6 മാസം 7 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അത് വലിയൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും കസ്റ്റമർക്ക്. അതുപോലെ തന്നെ എംബ്രേസ് ചേഞ്ച്, വെൽക്കം സോൾവിങ് റിക്വയർമെന്റ്സ് ഈവൻ ലേറ്റ് ഇൻ ഡെവലപ്മെന്റ്. കണ്ടോ, അതായത് ഒരു കസ്റ്റമർ നമ്മളൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് കൊടുത്തു. അപ്പൊ അതിന് പകുതി എത്തിയപ്പോൾ കസ്റ്റമർ പറഞ്ഞു, ഓ ഇങ്ങനെയല്ല, വേറെ രീതിയിൽ വേണം എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ വാട്ടർഫോൾ മെത്തഡോളജിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ അജൈൽ മെത്തഡോളജിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള ചേഞ്ചസിനെ ഉൾക്കൊള്ളാൻ പറ്റും. ഫ്രീക്വന്റ് ഡെലിവർ വർക്കിംഗ് സോഫ്റ്റ്വെയർ ഫ്രീക്വന്റ്ലി ഇൻ ഷോർട്ട് സൈക്കിൾ. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോ ഈ പറഞ്ഞ ഇതുണ്ടല്ലോ, ഒരു ആമസോണിന്റെ ഉദാഹരണം എടുക്കാം. ആമസോണിന്റെ ഒരു സോഫ്റ്റ്വെയർ അവരുടെ എന്താ പറയുക ഗ്രോസറി ഡെലിവറി അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള സാധനങ്ങളുടെ ഡെലിവറിയുടെ ഒരു വലിയൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ഈ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ പാക്ക് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. പകരം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആമസോണിന്റെ ഫ്രണ്ട് എൻഡ്, അതുപോലെ തന്നെ ആമസോണിന്റെ പേയ്മെന്റ് സൈക്കിൾസ്, അതുപോലെ തന്നെ ആമസോണിന്റെ പ്രൊഡക്ട്സ്, കാറ്റലോഗ്, ഓക്കെ, അങ്ങനെയുള്ള കുറെ കഷ്ണങ്ങളായിട്ട് വിഭജിക്കുകയും ഓരോന്നിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാമെന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഷോർട്ട് സൈക്കിൾസിൽ ഡെലിവർ വർക്കിംഗ് സോഫ്റ്റ്വെയർ ഫ്രീക്വന്റ്ലി. ഇപ്പൊ ഒരു കാറ്റലോഗിൽ നമുക്ക് ചേഞ്ച് വരുത്തണം എന്ന് വിചാരിക്കുക. അപ്പൊ മൊത്തമായിട്ടുള്ള ഒരു ചേഞ്ച് അല്ലല്ലോ അത്, ആ കാറ്റലോഗ് മാത്രം ചേഞ്ച് വരുത്താവുന്ന ഒരു സെറ്റപ്പിലുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് സോഫ്റ്റ്വെയർ ഡൗൺ ടൈം ഇട്ട് ആ ഡൗൺ ടൈമിൽ ഇത് വീണ്ടും പുതിയൊരു സോഫ്റ്റ്വെയർ ആയിട്ട് തന്നെ കൊണ്ടുവരണം. ആ ചേഞ്ച് ഉൾപ്പെടുത്തിയിട്ട് പുതിയൊരു സോഫ്റ്റ്വെയർ ആയിട്ട് കൊണ്ടുവരണം. ഇതിന്റെ ആവശ്യമില്ല. ഓരോ ചെറിയ ഷോർട്ട് ആയിട്ടുള്ള സൈക്കിൾസിൽ അല്ലെങ്കിൽ ചെറിയ യൂണിറ്റുകളായിട്ട് ഇതിനെ ബൈഫർക്കേറ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ടിങ് തന്നെ. ഓക്കെ, അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെ ചെയ്താലേ അത് ആക്ച്വലി അത്തരത്തിലുള്ള ഒരു വർക്കബിൾ ആയിട്ട് മാറുള്ളൂ. കൊളാബറേഷൻ, അടുത്തത് ഫോസ്റ്റർ ക്ലോസ് കോഓപ്പറേഷൻ ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് ഡെവലപ്പിംഗ്. ബിസിനസ്സിന് ചില സമയത്ത് പല റിക്വയർമെന്റ് ആയിരിക്കും, ചില സീസൺ വൈസ് റിക്വയർമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് പ്ലാൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവരുടെ പ്രയോറിറ്റീസ് മാറും, അതിനനുസരിച്ച് ഡെവലപ്മെന്റും മാറണം. ഓക്കെ, അതല്ലാതെ അല്ല ഞങ്ങൾ മുന്നേ ഓൾറെഡി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ എന്തെങ്ങനെ പറയുന്നത്, ആ രീതിയിലൊരു ടോക്ക് അതിൽ വരാൻ പാടില്ല. അതുകൊണ്ട് കൊളാബറേഷൻ വളരെ പ്രധാനപ്പെട്ടാണ്. ഇനി അതെങ്ങനെയാണ് ഇതിൽ നേടിയെടുക്കുന്നത് നോക്കാം. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്ന് സ്ക്രം. ഓക്കെ, സ്ക്രമിന്റെ ഡീറ്റെയിൽസ് ആദ്യം പറയാം. അപ്പോൾ അതില് നമുക്ക് നോക്കിയേക്കാം. അതില് ഓക്കെ, സ്പ്രിന്റ് എന്ന് പറഞ്ഞൊരു ഭാഗം എടുക്കുക. ഈ സ്പ്രിന്റില് ടൈം ബോക്സ്ഡ് പീരിയഡ് 1 to 4 weeks ഫോർ ടാസ്ക് കംപ്ലീഷൻ. അതായത് ഒരു സ്പ്രിന്റ് എന്ന് എടുക്കുക. ഈ സ്പ്രിന്റ് എടുക്കുമ്പോൾ ആ സ്പ്രിന്റിന്റെ സമയത്താണ് ഒരു സ്പ്രിന്റ് പ്ലാനിങ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ടീം സെലക്ട്സ് ഐറ്റംസ് ഫ്രം ബാക്ക്ലോഗ് ഫോർ സ്പ്രിന്റ്. അതായത് ഒരു സ്പ്രിന്റ് ഒരാഴ്ച ആവാം, 2 ആഴ്ച ആവും, 3 ആഴ്ച ആവും, 4 ആഴ്ച ആവും. ഈ സമയത്തിൽ അടുത്ത ഒരു യൂഷ്വലി അത് 2 ആഴ്ചയാണ്. അപ്പൊ അടുത്ത 2 ആഴ്ചക്ക് ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് അറിയാൻ പറ്റും ഒരു പ്രൊഡക്റ്റിന്റെ ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടാവും. ഓക്കെ, അതായത് ഇപ്പോൾ ആമസോൺ തന്നെ വീണ്ടും എടുക്കാം.
ഇപ്പോൾ ആമസോണിൽ അതിൻ്റെ പേയ്മെൻറ്റ് സെറ്റപ്പ് മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ പേയ്മെൻറ്റ് സെറ്റപ്പ് മാറ്റാനുള്ള ഒരു ടൈം ലൈൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അതിൻ്റെ ഇമെയിൽസ് അയക്കുന്നത് മാറ്റണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ അതേപോലെ തന്നെ കസ്റ്റമർ ഒരു ദിവസം വരികയാണ്. കസ്റ്റമർ ഒരു ദിവസം വന്നിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ദിവാലി സീസണാണ് പോകുന്നത്, ഞങ്ങൾക്ക് ഈ പരിപാടികൾക്ക് മുമ്പ് ഞങ്ങളുടെ ഫ്രണ്ട് എൻഡിൽ കുറച്ച് പരിപാടികൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് എൻഡിൽ ദീപാവലിയുടെ അഡ്വർടൈസ് വരുന്നുണ്ട്, അത് കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് പേയ്മെൻറ്റ് കാര്യങ്ങൾ കാറ്റലോഗിൽ കുറേ വ്യത്യാസങ്ങൾ വരുത്തണം. അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഓൾറെഡി ബാക്ക്ലോഗ്സ് ഉണ്ട്, ഓൾറെഡി സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് ഓൾറെഡി ചെയ്യാനുള്ള കുറച്ച് വർക്കുകളുണ്ട്. അതിനെ യൂണിറ്റ് ആയിട്ട് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്പ്രിന്റ് പ്ലാനിങ്ങിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റാഷണലി അല്ലെങ്കിൽ ഒരു ലോജിക്കലി സെലക്ട് ചെയ്യും ഏതൊക്കെയാണ് എടുക്കേണ്ടത്, ബാക്ക്ലോഗിൽ നിന്ന് ഏതൊക്കെയാണ് എടുക്കേണ്ടത്, അതേപോലെ തന്നെ കസ്റ്റമർക്ക് ഇപ്പം ആവശ്യമുള്ളതിൽ എന്തൊക്കെയാണ് എടുക്കേണ്ടത്. ഓക്കെ, അതെ, ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാണ്. മീൻസ് ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ പോലുള്ള ഒരു കാര്യം വന്നു നിൽക്കുക. അപ്പൊ ഇതന്നെ ആയിരിക്കണം അവിടെ ആക്ച്വലി ആമസോണിൽ നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരു അതിന്റെ ഒരു ലോജിക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞാണ് എങ്ങനെയാണ് അതായത് എങ്ങനെയാണ് ഒരു വർക്ക് സെലക്ട് ചെയ്യുന്നതെന്ന്. അജൈലില് യൂഷ്വൽ വാട്ടർഫോൾ മെത്തേഡിൽ ഇത്തരത്തില് അവർക്ക് ഈ പറഞ്ഞ പുതിയൊരു ചേഞ്ചസ് കാര്യങ്ങൾ സ്പ്രിന്റിലിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ 6 മാസത്തേക്ക് 7 മാസത്തേക്ക് ചിലപ്പോൾ 1 വർഷത്തേക്കൊക്കെ ഓൾറെഡി സ്കെഡ്യൂൾ ചെയ്തിട്ട് അതിലാണ് അവർ വർക്ക് ചെയ്യാൻ. ഓക്കെ, അതിൽ ചേഞ്ച് ചെയ്യാൻ ടെക്നിക്കലി അതിന് പോസിബിൾ ആയിരിക്കില്ല. അതിന്റെ ഡെവലപ്മെന്റ് മെത്തേഡ് അങ്ങനെയല്ല. അതേപോലെ തന്നെ ഈ അവരുടെ മൈൻഡ് സെറ്റും അതല്ല. ഓക്കെ, അപ്പൊ ആദ്യം മൈൻഡ് സെറ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ടെക്നോളജി ഒക്കെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഈ ഒരു മൊത്തം വലിയൊരു ആപ്ലിക്കേഷൻ ബൈഫ്രക്കേറ്റ് ചെയ്തിട്ട് അതിൽ ഒരു ചെറിയ യൂണിറ്റിൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഇപ്പൊ ഗിറ്റ് ഹബോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിലാണ് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യാൻ ഇപ്പോഴുള്ള സാധ്യത ഉണ്ടായിരുന്നു, പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ അങ്ങനെ ഇപ്പൊ സ്പ്രിന്റ് പ്ലാനിങ്ങിൽ തീരുമാനിക്കാണ്. ഓൾറെഡി കുറച്ച് പ്ലാൻ ചെയ്തിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതിൽ 1-2 ഐറ്റംസ് എടുക്കും. അതേപോലെ തന്നെ ക്ലയന്റ് വന്നിട്ട് പറഞ്ഞ പ്രയോറിറ്റി ഉള്ള 1-2 കാര്യങ്ങൾ എടുക്കും. കണ്ടോ, ഇപ്പൊ നോക്കൂ, അത് അജിലിറ്റിയാണ്. നമുക്ക് നമ്മുടെ ജോലി എങ്ങോട്ട് വേണമെങ്കിലും ഏത് തരത്തിലും ജോലി ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് സ്പ്രിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ സ്പ്രിന്റിൽ നമ്മൾ എടുത്തു. ഓക്കെ, സ്പ്രിന്റ് പ്ലാനിങ് ചെയ്തു, അതിനുശേഷം പിന്നെ സ്പ്രിന്റ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സ്പ്രിന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി സ്റ്റാൻഡപ്പ് ഉണ്ടായിരിക്കും, 15 മിനിറ്റിന്റെ ഒരു മീറ്റിംഗ്. അപ്പൊ എന്തൊക്കെയാ പ്രോഗ്രസ് എന്നുള്ളത് ചിലപ്പോൾ അതിന്റെ സ്ക്രം മാസ്റ്റർ ചോദിക്കും, അതിനനുസരിച്ച് അത് പറയും. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് ബാക്ക്ലോഗ്, പ്രയോറിറ്റൈസ് ലിസ്റ്റ് ഓഫ് ഫീച്ചേഴ്സ് ആൻഡ് റിക്വയർമെന്റ്സ്, ഇത് വെച്ചിട്ട് സ്പ്രിന്റ് പ്ലാൻ ഓൾറെഡി ചെയ്തു. അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ നടക്കും. ഒന്ന് സ്പ്രിന്റ് റിവ്യൂ, അതുപോലെ തന്നെ റെട്രോസ്പെക്റ്റീവ്. ഓക്കെ, ഇതിന്റെ സ്പ്രിന്റ് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൾറെഡി ഈ ഒരു 2 വീക്കിന്റെയോ 3 വീക്കിന്റെയോ സ്പ്രിന്റിൽ എന്ത് അച്ചീവ് ചെയ്തു, ഓക്കെ, അതെന്ത് മാറ്റങ്ങളാ സൈറ്റിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിന്റെ ഓണർക്കും അതുപോലെ തന്നെ ക്ലയന്റിനും എല്ലാവർക്കും ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. അപ്പൊ അവര് നോക്കിയിട്ട് ചിലപ്പോൾ അതിന്റെ ഫീഡ്ബാക്ക് കൊടുക്കും. ഓക്കെ, നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് അത്രയും പ്രതീക്ഷിച്ചതുപോലെയല്ല, വീണ്ടും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഫീഡ്ബാക്ക് കൊടുക്കും. ഇതാണ് സ്പ്രിന്റ് റിവ്യൂ. അടുത്തത് റെട്രോസ്പെക്റ്റീവ് എന്നാണ് പേര്. അപ്പോൾ റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീം സ്വയം അവർ നോക്കുകയാണ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതിലുള്ള മിസ്റ്റേക്കുകൾ, അതോ നമ്മൾ കറക്റ്റായിട്ടാണോ ചെയ്തത്, ഇത് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, ഇത് ചെക്ക് ചെയ്യാനാണ് റെട്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സ്പ്രിന്റ് സൈക്കിൾ കഴിയും. അതിനുശേഷം വീണ്ടും ഇതേപോലെ തന്നെ വീണ്ടും പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് എടുക്കും, അതുപോലെ തന്നെ കസ്റ്റമറുടെ റിക്വയർമെന്റ്സ് എടുക്കും, അതിൽ സ്പ്രിന്റ് പ്ലാൻ ചെയ്യും, അതിനുശേഷം പിന്നെ റിവ്യൂ, റെട്രോസ്പെക്റ്റീവ്, വീണ്ടും സ്പ്രിന്റ്. ഓക്കെ, ഇത് മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ ഇതാണ് സ്ക്രം എന്ന് പറയുന്നത്. സ്ക്രം സോഫ്റ്റ്വെയറിന്റെ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് സ്ക്രം മാസ്റ്റേഴ്സ് എന്നൊക്കെ. ഓക്കെ, പിന്നെ അടുത്തത് ക്യാൻബാൻ നേരത്തെ പറഞ്ഞല്ലോ, വിഷ്വൽ സിസ്റ്റം ഫോർ മാനേജിങ് വർക്ക് ഫ്ലോ ആൻഡ് ലിമിറ്റിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ ഓരോ വർക്കും അതിൻ്റെ ചെറിയ ചെറിയ കാർഡുകളാക്കിയിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ യൂണിറ്റുകളാക്കിയിട്ട് അതിൽ ചിലപ്പോൾ നോട്ടീസ് ബോർഡിൽ ഒക്കെ പതിച്ച് വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ പുരോഗതി വിലയിരുത്തുക. ഓൾമോസ്റ്റ് സിമിലർ ആണ് ഈ സ്ക്രമ്മിൻ്റെ പോലെ. ഓക്കെ,
അതേപോലെ തന്നെ ഈ ലീനും ഇതിൽ അജൈൽ മെത്തഡോളജിയിൽ ഉപയോഗിക്കാം. ഫോക്കസ് ഓൺ എലിമിനേറ്റിംഗ് വേസ്റ്റ് ആൻഡ് ഒപ്റ്റിമൈസിങ് വാല്യൂ ഡെലിവറി. നമ്മൾ ലീൻ പഠിക്കുമ്പോൾ പഠിച്ച അതേ രണ്ട് വാക്കുകൾ, ഫോക്കസ് ഓൺ എലിമിനേറ്റിംഗ് വേസ്റ്റ്, അതുപോലെ തന്നെ ഒപ്റ്റിമൈസിങ് വാല്യൂ ഡെലിവറി. ഓക്കെ, ഇത് രണ്ടും നോക്കുക എന്നുള്ളത്. പിന്നെ അത് എക്സ്ട്രീം പ്രോഗ്രാമിംഗ് ആണ്. എംഫസൈസ് കോഡ് ക്വാളിറ്റി ആൻഡ് സ്ട്രോങ്ങർ കസ്റ്റമർ ഇൻവോൾവ്മെന്റ്. ഇതും ഒരു അജൈൽ ഫ്രെയിം വർക്കാണ് എക്സ്ട്രീം എന്ന് പറയുന്നത്. കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അതോ അഞ്ജലിയുടെ അവിടെയുള്ള നെറ്റ് ഇഷ്യൂ ആണോ? ഓക്കെ, ഞാൻ ഓൾറെഡി കഴിഞ്ഞ തവണക്ക് ഇതുപോലെ നെറ്റ് ഇഷ്യൂ ഞാൻ സ്വയം റെക്കോർഡ് ചെയ്തിട്ട് നെറ്റ് ഇഷ്യൂ അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇംപ്ലിമെന്റേഷൻ? ഇതൊന്നും അത്ര കാര്യമായിട്ട് പഠിക്കേണ്ടതില്ല കേട്ടോ. സ്ക്രം, അതുപോലെ ക്യാൻബാൻ, എക്സ്ട്രീം പ്രോഗ്രാമിംഗ്, ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇത് ഇംപ്ലിമെന്റിംഗ് ഒന്നും അത്ര നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളാണ്. പിന്നെ അത് പഠിക്കുമ്പോൾ ഒരു ഓവർവ്യൂവിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. സ്റ്റാർട്ട് സ്മോൾ, ബിഗിൻ വിത്ത് പൈലറ്റ് പ്രോജക്ട്സ് ടു ടെസ്റ്റ് അജൈൽ പ്രിൻസിപ്പിൾസ്. ആദ്യം ചെറിയ രീതിയിൽ പൈലറ്റ് പ്രോജക്റ്റിൽ അജൈൽ പ്രിൻസിപ്പിൾസ് ടെസ്റ്റ് ചെയ്യുക. ട്രെയിൻ ടീംസ്, പ്രൊവൈഡ് ട്രെയിനിങ് ഓൺ അജൈൽ മെത്തഡോളജീസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്. ഇപ്പോൾ നമുക്ക് ജീര പോലെയുള്ള പല സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ അജൈൽ യൂസ് ചെയ്യുന്ന പല കമ്പനിയിൽ ട്രെയിനിങ് പ്രത്യേകിച്ച് കൊടുക്കാതെ തന്നെ എന്തായാലും കൊടുക്കും. എന്നാലും ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ച് ഇവർക്ക് ഇതിൽ എന്താ പറയുക അജൈലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഡിഫൈൻ റോൾ, എസ്റ്റാബ്ലിഷ് ക്ലിയർ റോൾസ്, പ്രൊഡക്റ്റ് ഓണർ, സ്ക്രം മാസ്റ്റർ, ഡെവലപ്മെന്റ് ടീം. ഓക്കെ, പ്രൊഡക്റ്റ് ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ഓണറാണ് കമ്പനിയുടെ. സ്ക്രം മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ലേശം ടെക്നിക്കൽ നോളജ് ഒക്കെയുള്ള എന്താണ് ഡെവലപ്മെന്റ് ടീം ചെയ്യാൻ സാധ്യതയുള്ളത് അതിനെ മോണിറ്റർ ചെയ്യാനും അതുപോലെ പ്രോപ്പറായിട്ട് ലീഡ് ചെയ്യാനും പറ്റുന്ന ആളാണ് സ്ക്രം മാസ്റ്റർ. ഓക്കെ, ഡെവലപ്മെന്റ് ടീം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡെവലപ്മെന്റ് ചെയ്യുന്ന ആൾക്കാർ. അതുപോലെ തന്നെ ടൂൾസ് ഉപയോഗിക്കുക. ലിവറേജ് അജൈൽ ടൂൾസ്, ജീര, ട്രെല്ലോ. ഞാൻ പറയാൻ മറന്ന ഒരു ടൂളാണ് ട്രെല്ലോ. ട്രെല്ലോ വളരെ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആണ്. സാധാരണ ആൾക്കാർക്ക് വേണമെങ്കിൽ നമ്മുടെ തന്നെ എന്തെങ്കിലും പ്രോജക്റ്റുകൾ നമുക്ക് ട്രെല്ലോയിൽ ചെയ്യാൻ പറ്റും, ഫ്രീ ആണ്. അതുപോലെ അസാന ഫോർ ട്രാക്കിംഗ്, ഇങ്ങനെ ട്രാക്ക് ചെയ്യുന്ന ഇതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അഡാപ്റ്റ് ആൻഡ് മോണിറ്റർ, continuously monitor and adapt processes based on feedback. അതേപോലെ തന്നെ എന്താണ് ഇതിന്റെ ചലഞ്ചസും മിറ്റിഗേഷൻ സ്ട്രാറ്റജി. റെസിസ്റ്റൻസ് ടു ചേഞ്ച്, എല്ലാ സാധനത്തിനും നമ്മൾ ഒരുപോലെ പഠിക്കേണ്ടതാണ്. ഇതിൽ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ലാക്ക് ഓഫ് മാനേജ്മെന്റ് സപ്പോർട്ട്, അതും പഠിക്കുന്നതാണ്. സ്കോപ്പ് ക്രീപ്പ്, അതൊരു വാക്ക് മെയിനായിട്ട് പ്രൊജക്ട് മാനേജ്മെന്റിൽ എല്ലാവർക്കും പരിചിതമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഒരു സ്കോപ്പ്, ആദ്യ ക്ലയന്റ് കുറച്ച് കാര്യങ്ങൾ പറയും, അതിനനുസരിച്ച് നമ്മൾ എന്താ പറയുക ഒരു പ്രൊജക്റ്റ് എഴുതി തയ്യാറാക്കും. അത് രണ്ടുപേരും സൈൻ ചെയ്യും. അതിനുശേഷം പിന്നീട് ഒരുപാട് ചേഞ്ചസ് വരുത്തുക. ഓക്കെ, അതുപോലെ തന്നെ ഈ സ്കോപ്പിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്ക് പറയാൻ പറ്റില്ല ഇതിൽ ഇല്ലായിരുന്നു എന്ന്. മറ്റാളും അതിൽ കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന്റെ ഭാഗമായിട്ട് പ്രൊജക്റ്റ് വളരെ വലുതാവുകയും ഏതെങ്കിലും പാർട്ടിക്ക് വലിയ നഷ്ടം സംഭവിക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ഇത് ഓൾറെഡി നിങ്ങൾ ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയും. ഇതെന്താ ഇൻക്ലൂഡ് ചെയ്യാത്തത്, എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സ്കോപ്പ് കൂടിപ്പോവും, പിന്നെ അതിൽ ചേഞ്ച് വരും. അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സ്കോപ്പ് ക്രീപ്പ് എന്ന് പറയാം. അതായത് നമ്മൾ വാക്കാലാണല്ലോ ഒരു സാധനം വേണം എന്ന് പറയാം. അപ്പൊ ആ വാക്കാൽ പറഞ്ഞതിൽ അല്ല, ചിലപ്പോൾ കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയതായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരുപാട് ഡിലേ വരും. അതിനെയാണ് ഈ സ്കോപ്പ് ക്രീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ടീം, ലെഗസി സിസ്റ്റം ഇന്റഗ്രേഷൻ, നമുക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതില്ല. മിറ്റിഗേഷൻ, കമ്മ്യൂണിക്കേറ്റ് ബെനിഫിറ്റ്സ് ആൻഡ് ട്രെയിൻ യൂസേഴ്സ്, എല്ലാവരോടും എന്താ അതിന്റെ ബെനിഫിറ്റ്സ് പറയാ, യൂസേഴ്സിനെ ട്രെയിൻ ചെയ്യുക. ഡെമോൺസ്ട്രേറ്റ് ക്വിക്ക് വിൻസ് ആൻഡ് ROI, പെട്ടെന്ന് കാണിക്കാവുന്ന തെളിവുകൾ കാണിക്കുക. അതുപോലെ തന്നെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്യുക. പ്രയോറിറ്റൈസ് ആൻഡ് മാനേജ് ബാക്ക്ലോഗ്, മാനേജ് ചെയ്യാം. മീൻസ് ബാക്ക്ലോഗ്സ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം. യൂസ് കൊളാബറേഷൻ ടൂൾസ്, കമ്മ്യൂണിക്കേറ്റ് ഫ്രീക്വൻ്റ്ലി. ടൂൾസ് നേരത്തെ പറഞ്ഞ പോലത്തെ ട്രെല്ലോ പോലെയുള്ള അതുപോലെ ജീര പോലുള്ള ടൂൾസ് ഉപയോഗിക്കുക. പ്ലാൻ ഫോർ ഫേസ്ഡ് ഇൻ്റഗ്രേഷൻ, വളരെ
ഘട്ടം ഘട്ടമായിട്ടുള്ള ഇൻ്റഗ്രേഷൻ പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അജൈലിലുള്ളത്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, താങ്ക് യു.